ആർക്കും ഇഷ്ടമല്ല. ഞങ്ങളുടെ സ്കൂളില് മെസ്സി ആർക്കൊക്കെ ഇഷ്ടമെന്ന് വെച്ചാൽ 2 പേരെ കൈവക്കുള്ളൂ, ബാക്കി എല്ലാരും റൊണാൾഡോയാ. നീ എന്തിനാ ഞങ്ങളുടെ മെസ്സി എങ്ങനെ കുറ്റം പറയും? ഇന്ന് രാത്രി ഞങ്ങളുടെ മെസ്സി 3 ഗോൾ അടിക്കും, ഞങ്ങൾ ജയിക്കും. ഭയങ്കര കള്ളക്കളി കളിച്ചല്ലോ, പിന്നെന്തുവാ? ആരാ കള്ളക്കളി കളിച്ച്? മെസ്സി പുറത്തുനിന്ന് എടുത്ത് ഈജിപ്റ്റ് കേസും എടുത്ത്. മെസ്സിക്കാരൻ ജയിലിൽ കിടക്കും. എവിടെ ജയിലിൽ കിടക്കും? ഇതൊക്കെ ആരോ നിന്നോട് പറഞ്ഞു? ഫുട്ബോളിന് പകരം കളിക്കുന്നതിന് പകരം ജയിലിൽ ഇരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കും. ആരാ? മെസ്സിയോ? ഞങ്ങളുടെ മെസ്സിയെ തൊട്ടാണ്ടല്ലോ നിങ്ങൾ അനുഭവിക്കും. ഞങ്ങള് ഫൈനൽ എന്തായാലും മെസ്സി ജയിക്കാൻ പോകുന്നില്ല. ജയിച്ചാൽ തന്നെ അത് കള്ളത്തരത്തിൽ ജയിച്ച മെസ്സിയാ. അതിൽ അത്രയ്ക്ക് ജാതിയൊന്നും കാണിക്കണ്ട. ഇത് കള്ളത്തരം കാണിച്ച് ജയിച്ചത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞേ? അതൊക്കെ എനിക്കറിയാട്ടോ. പപ്പയുടെ ഒരു മെസ്സി. സോ ഇന്ന് രാത്രി മെസ്സി 2-3 ഗോൾ അടിക്കും, ഞങ്ങൾ ജയിക്കും. ഫൈനലിൽ ഞങ്ങൾ വരും, ഫൈനലിൽ ഞങ്ങൾ കപ്പ്. ഫൈനലിൽ വന്നാൽ തന്നെ ജയിക്കത്തില്ല. നീ ഞങ്ങളെ ശപിക്കാതെ, ഞങ്ങളുടെ മെസ്സി അടിക്കട്ടെ. നീ ഇങ്ങൊന്നും പറയല്ലേ. ഞാൻ പറയും, കള്ളക്കളി കളിക്കാതെ. ഇപ്പൊ നിന്റെ റൊണാൾഡോയ്ക്ക് കപ്പ് കിട്ടാൻ എന്റെ കുഴപ്പമൊന്നും. റൊണാൾഡോ മാത്രം കളിച്ചാൽ പോരല്ലോ, റൊണാൾഡോ ടീമിലുള്ളവരും കൂടെ ഒരുമിച്ച് കളിക്കണം, എന്നാലേ ജയിക്കത്തോളൂ. അതൊക്കെ പോട്ടെ, എന്തിനാ മെസ്സി പുറത്തുനിന്ന് ആളെ എടുത്തേ? എവിടെ ആടോ എടുത്ത്? പുറത്തുനിന്ന് ആളെ എടുത്ത് എന്തിനാ? അതിനകത്തോട്ട് മെസ്സിയുടെ ടീം മാത്രം കളിച്ചാൽ മതി എന്നല്ലേ പറഞ്ഞത്? മെസ്സി വേറൊരാൾ എന്നതിനാ പുറത്തുനിന്ന് പൈസ എടുത്തിറക്കിയത്? എന്തിനാ? നീ എന്തോ ഉദ്ദേശിക്കുന്നേ? മെസ്സി വേറൊരാളെ പുറത്തുനിന്ന് പൈസ കൊടുത്ത് ഫുട്ബോൾ ഗ്രൗണ്ടിൽ കയറ്റി. റൊണാൾഡോ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? പിന്നെ പൈസ കൊടുത്ത് ഇറക്കിയെന്നാ നീ പറയുന്നേ? ഓ, റഫറിയുടെ കാര്യാന്ന് പറയുന്നേ? ഓ, റഫറിക്ക് കാശ് കൊടുത്ത് ഇറക്കിയെന്ന്. ഓക്കെ, ആയിക്കോട്ടെ. ഞങ്ങളുടെ കാശുണ്ട്, ഒരുപാട് കാശുണ്ട്. ഞങ്ങളുടെ ഒരുപാട് കാശുണ്ട്. കാശുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. റൊണാൾഡോയുടെ അതിനേക്കാളും കാശുണ്ട്. റൊണാൾഡോ ഇറക്കിയില്ലല്ലോ, പിന്നെ നിങ്ങളുടെ മെസ്സിക്ക് എന്ത് ഇത്ര ജാടാ? മൈ ഗോഡ്, ദിസ് ഈസ് ഗോയിങ് ടു ടു മച്ച്. ഇന്ന് നോക്കിക്കോ പപ്പ, ഫൈനലിൽ കയറിയാലും ജയിക്കത്തില്ല. ഉറപ്പാണോ? തൊപ്പി അടിച്ച് അവിടെ കൊടുക്കും, നോക്കും. മെസ്സി ജയിക്കത്തില്ല. I love you മെസ്സി, ഡാർലിംഗ് മെസ്സി. ഫൈനൽ വരെ എത്തും, പക്ഷെ ഫൈനൽ തോറ്റുപോകും. അപ്പൊ നീ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ ഇംഗ്ലണ്ടിനെ തോപ്പിക്കും. ഇംഗ്ലണ്ടിനെ തോപ്പിച്ചാലും ഇല്ലെങ്കിലും ഇന്ന് ഫൈനലിൽ നിങ്ങൾ ജയിക്കത്തില്ല. ഫൈനൽ എന്തായാലും ഉറപ്പാ, നിങ്ങൾ ജയിക്കത്തില്ല. ഉറപ്പാണേ? ഉറപ്പാ. ഫൈനലിൽ നിങ്ങള് അവിടെ കുത്തിയിരിക്കും. യോ മെസ്സി തോറ്റീന്ന് വരെ കരഞ്ഞോണ്ടിരിക്കാം. ഞങ്ങൾ കിടന്ന് കൂന് നിങ്ങള് നിങ്ങളൊക്കെ തൊപ്പി അടിച്ചവിടെ അവിടെ കരഞ്ഞ് കണ്ണുനീര് ഊറിക്കൊണ്ടിരിക്കുമ്പോ എന്നെ കരയിപ്പിക്കല്ലേ. നീ ഇന്ന് കണ്ടോ, രാത്രി ഞാൻ ഒരു 2 മണിയാകുമ്പോ ഞാൻ അങ്ങോട്ടൊരു ഫോൺ വിളിക്കും, പറയും കണ്ടോ കണ്ടോ ഞങ്ങൾ ജയിച്ചേന്ന് പറയും. ഈ കളിയിൽ ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും സ്പെയിനെ ഞങ്ങൾ തൂക്കി അടിക്കൂടി. ഞങ്ങള് 3-0 ജയിച്ചു. ഫൈനല് പപ്പ കണ്ടോ? ഫൈനല് റൊണാൾഡോയെ വിളിക്കും അവര്. റൊണാൾഡോ ഇനി കളിക്കാൻ വരുമെന്നോ? റൊണാൾഡോ വിളിക്കും അവര്, നോക്കോ? ശരിയാ, ചിലപ്പോ ഞങ്ങൾ അടുത്ത തവണ ഉണ്ടല്ലോ അർജന്റീനയുടെ കോച്ചായിട്ട് റൊണാൾഡോയെ വിളിക്കും. അങ്ങനെങ്കിലും റൊണാൾഡോയ്ക്ക് ഒരു കപ്പ് കിട്ടട്ടെ. മെസ്സിക്ക് ആദ്യമായിട്ടായിരിക്കും കപ്പ് കിട്ടുന്നത്. മെസ്സിക്ക് ആദ്യമായിട്ടാ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്കല്ലേ കപ്പ് കിട്ടിയത്? ഒരു 2 കപ്പല്ലേ കിട്ടുള്ളൂ. ഞങ്ങളുടെ റൊണാൾഡോയ്ക്ക് വാരിക്കോഴി കപ്പ് വയ്ക്കുക. നിങ്ങൾക്ക് എന്തോ അറിയാം? നിങ്ങൾക്ക് ഫുട്ബോൾ കളിക്കണ്ട എങ്ങനെയാന്ന് പോലും മെസ്സിക്ക് അറിഞ്ഞൂടാ. ചുമ്മാ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുക,
ആ പൈസ കൊടുത്ത് ഗോലി അത് അയ്യോ, വെച്ചും കളിക്കാം. ഇതൊക്കെ ആൾക്കാർ കണ്ട് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ വഴക്ക് പറയും. നീ നിർത്തിക്കോ, മതി. പിന്നെ ഞാനിതൊരു കാര്യം ചെയ്യാൻ മെസ്സി പോകും, നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതങ്ങ് അപ്ലോഡ് ചെയ്യാൻ പോകും, നീ പറഞ്ഞതല്ല. അപ്പൊ എന്ത് വേണമെങ്കിലും ചെയ്തോ. പട്ടം മെസ്സി പോയി. ശരി, ആയിക്കോട്ടെ. ഐ ലവ് യു. ബൈ ബൈ. പപ്പ രണ്ടു കൊടുത്ത് വിളിക്കണേ. ഓക്കെ, ഐ ലവ് യു. ഉമ്മ ഉമ്മ. ലവ് യു.